ഹായ്, ഹലോ എൻ്റെ പ്രിയപ്പെട്ട ചങ്കളെ, നമുക്കൊരു ബിഗ് ബോസ് അപ്ഡേഷനിലേക്ക് പോയാലോ? ഞാനിന്നൊരു ബിഗ് ബോസ് അപ്ഡേഷനുമായിട്ടാണ് വന്നത്. ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. നമ്മുടെ ഷാനവാസിൻ്റെ പ്രോബ്ലം തന്നെയാണ്. നമ്മുടെ നീവിൻ അതിനകത്ത് കിടന്ന് കാണിച്ച് കൂട്ടുന്നുണ്ട്. സഹിയായിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. ഷാനവാസിനെ ഭയങ്കരമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഹരാസ് ചെയ്തിട്ടാണ് ഷാനവാസിന് അങ്ങനെ ഒരു ചെസ്റ്റ് പെയിൻ വന്നത്. ഓക്കെ, വന്നു, ചെയ്തു. ബട്ട് അവർ എന്താ ചെയ്യുന്നത്? എന്നിട്ട് അതിന് പറയുന്നത് എന്താ? അഭിനയമെന്ന്. ഇത് അഭിനയമാണ്, ഇത് എന്തോന്ന് പിന്നെ ഫിസിക്കൽ അറ്റാക്കെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അഭിനയമാണ്, ആനയാണ് ചേനയാണ്. ഇങ്ങനെ ആ നിവിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീസൺ 4 റിയാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചൊറിയൻ പുഴു ഉണ്ടായിരുന്നു. അതേ ഡിറ്റോ ചൊറിയൻ പുഴുവാണ് ഈ നിവിനൊക്കെ ആ നടക്കുന്നത് കാണുമ്പം ഇങ്ങനെ ഒരു നടത്തമുണ്ട് അവൻ്റെ അത് കാണുമ്പം. ഫസ്റ്റിലേ മുതൽ എനിക്ക് കണ്ടുകൂടാത്തൊരു കണ്ടസ്റ്റൻ്റാണ് ഈ നിവിൻ. അവൻ എന്തും ചെയ്യും, അവൻ്റെ കാര്യം മാത്രം അവന് ചെയ്താൽ മതി. അതായത് അവനവിടെ ഫുഡ് ആർക്കും ഉണ്ടോ ഇല്ലയോ, ഫുഡ് മറ്റുള്ളവരുടെ ഫുഡ് എടുത്ത് കഴിക്കണം. പിന്നെ സ്വന്തം ഫുഡ് കഴിക്കുന്നത് തന്നെ ഡബിളാണ്, എല്ലാവരും കഴിക്കുന്നതിനേക്കാളും കഴിക്കും. അത് പോരാത്തോണ്ട് ബാക്കിയുള്ളവരുടെ എല്ലാം എടുത്ത് കഴിക്കും. അവൻ അവിടെ എന്തും ചെയ്യാം. അവൻ അത് വളരാനുള്ള വളം വിട്ടുകൊടുത്തത് നമ്മുടെ ബിഗ് ബോസ് തന്നെയാണ്. ബിഗ് ബോസും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ലാലേട്ടൻ വല്ലാതെ അവനെ പാമ്പർ ചെയ്യുന്നുണ്ട്. അവനെ കുറ്റമൊന്നും പറയുന്നില്ല. നിവിൻ പറയൂ എന്ന് പറയുമ്പം ലലിട്ടോ ഇങ്ങനത്തേക്കൊരു വല്ലാത്ത ആക്ഷനൊക്കെ അവനുണ്ട്. ലാലേട്ടൻ അതിലങ്ങ് മയങ്ങിപ്പോവും. ലാലേട്ടൻ ഒന്നും പറയില്ല. ലാലേട്ടൻ ഒന്ന് മെല്ലെ ഒന്ന് തലോടും. അപ്പോൾ അവന് ഭയങ്കര അഹങ്കാരമായി. പിന്നെ ഫാമിലി റൗണ്ടിൽ ഫാമിലി വന്നപ്പോൾ അവന് പുറത്ത് ഇച്ചിരി സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ അവന് അഹങ്കാരം കൂടി. ഇപ്പം ബിഗ് ബോസ് 3 പേരെയും പിടിച്ച് ക്യാപ്റ്റനാക്കി. പിന്നെ ഒന്നും പറയണ്ട, ക്യാപ്റ്റനാക്കിയപ്പോൾ അവൻ്റെ വിചാരം അവൻ അവിടുത്തെ രാജാവാണെന്ന്. പ്രജകളായി മറ്റുള്ളവർ. നീ അത് ചെയ്, നീ ഇത് ചെയ്, ഞാൻ പറയും പോലെ കേട്ടാൽ മതി, ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ നിയമം. ഇങ്ങനെ ഞാൻ ഇന്ന് ഇത് പറയും, അപ്പം ഇത് ചെയ്യണം, നാളെ ഞാൻ അത് പറയും, അത് ചെയ്യണം, എല്ലാം എൻ്റെ കൺട്രോളിലാണ്. ഒരു വൃത്തികെട്ട ചൊറിയൻ പുഴു. അതാണ് നിവിൻ. ചൊറിയൻ പുഴു എന്ന് വെച്ചാൽ സത്യം ചൊറിയൻ പുഴു. മറ്റുള്ളവരുടെ യാതൊരു ഫീലിങ്സും ഇല്ലാത്ത ഒരു ജീവി. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം, നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. ഫുഡ് ഉണ്ടാക്കുന്നില്ല, ഇവര് സംസാരിച്ചോണ്ടിരിക്കുക. എനിക്ക് എന്റെ മരുന്ന് നേരം തൈരെടുത്ത് തിന്നടാ. അങ്ങനെയാണെങ്കിൽ ഇതേപോലത്തെ 2 പാത്രം ഉണ്ട് ഇവിടെ. രാവിലെ തന്നെ പാത്രം കഴുകിയില്ല എന്നും പറഞ്ഞിട്ടുള്ള അടിയാണ്. അപ്പോൾ വെസൽ ടീമിന് അനുമോളായിരുന്നു. അനുമോള് കഴുകിയില്ല. അപ്പോൾ അനുമോള് കഴുകിയില്ല എന്ന് പറഞ്ഞാൽ അനുമോൾ അവിടെ ഇരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ തലേദിവസമൊന്നും ഇവർ ഫുഡൊന്നും ഉണ്ടാക്കി അവർക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാത്തത് കാരണം അനുമോള് പറഞ്ഞു, ഫുഡൊന്നും നമ്മൾ കഴിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ കഴുകുന്നത്? പക്ഷേ കഴുകിയ പാത്രങ്ങൾ അവിടെ ഉണ്ട്. അതൊന്നും എടുത്ത് എന്തായാലും രാത്രി നമ്മളെല്ലാവരും അടുക്കള ഒതുക്കി പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് കിടക്കുന്നവരാണ്. പക്ഷേ രാവിലെ എണീച്ച് നമ്മൾ ആ പാത്രം അങ്ങനെ എടുത്തല്ല യൂസ് ചെയ്യുന്നത്. നമ്മളത് വീണ്ടും വാഷ് ചെയ്തതിന് ശേഷം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതവർക്ക് പറ്റത്തില്ല. കിച്ചൺ ടീമിന് അത് പറ്റത്തില്ല. അവർക്ക് വാഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവരൊരു പാത്രം എടുക്കുന്നുണ്ട്. അത് ഷാനവാസ് കഴുകിയ പാത്രം എന്നാണ് പറയുന്നത്. അതിൽ യാതൊരുവിധ അഴുക്കുമില്ല. ചെറിയ എന്തൊരു പൊട്ടുപോലത്തെ ഇതിരിക്കുന്നത്. അതവർക്ക് വാഷ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല.
അതിനാണ് അവിടെ രാവിലെ കിടന്നിട്ട് ഫുഡ് ഉണ്ടാക്കൂല, പാത്രം കഴുകി തന്നില്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കൂല, ഭയങ്കര ബഹളം. അപ്പം നൂറ കയറി, എങ്കിൽ പിന്നെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കഴിച്ചോളാം എന്ന് പറഞ്ഞ് നൂറ കയറി. അപ്പോൾ എങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന കാണണം, നിങ്ങളങ്ങനെ ഉണ്ടാക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നിവിൻ എല്ലാവർക്കും കൊടുക്കുന്ന ഫുഡാണ് ബിഗ് ബോസ്. അല്ലാതെ നിവിന് മാത്രം കൊടുക്കുന്നതല്ല, തൈരും പാലും ഒക്കെ എല്ലാവർക്കും ഉള്ള റേഷനാണ്. നിവിന് അതെല്ലാം കൂടി പനീർ എല്ലാം കൂടെ വാരിക്കെട്ടി കൊണ്ടുപോകാൻ പോകുന്നു. അതിലാണ് ഷാനവാസ് അത് കയറി പിടിക്കുന്നത്. ആ പിടിക്കുന്നതിലാണ് നിവിനെടുത്ത് ആ പാല് കവർ പൊട്ടുമ്പോഴത്തേക്ക് എടുത്ത് ദേഹത്തൊഴിക്കുന്നു. എന്നിട്ട് നിവിൻ എന്ത് ചെയ്തു, എനിക്ക് തോന്നുന്നത് പാലിൻ്റെ കവറല്ല തൈരിൻ്റെ ബോട്ടിലാണെന്നാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലാവുന്നത്. ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല, അത് എപ്പിസോഡിൽ മാത്രമേ കാണാൻ പറ്റൂ. അതിങ്ങനെ എടുത്ത് എറിയുന്നു. അപ്പം നമ്മുടെ ബോഡിയിൽ ഫോഴ്സിലൊരു സാധനം വന്ന് നമുക്കായാലും വന്ന് കൊള്ളുമ്പോൾ നന്നായിട്ട് പെയിൻ വരും. അപ്പോൾ ഷാനവാസ് ഓൾറെഡി പേഷ്യൻ്റാണ്. അപ്പോൾ ഷാനവാസിന് അത് പെട്ടെന്ന് ശ്വാസം കിട്ടാണ്ടായി. ഷാനവാസ് കുഴഞ്ഞ് വീഴുകയാണ്. നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആൾക്കാർ പോലും ഇപ്പോൾ കുഴഞ്ഞ് വീഴുന്ന ടൈമാണ്. അപ്പം കുഴഞ്ഞ് വീണു, എന്നാൽ ശരി എറിഞ്ഞു. ആ കുഴഞ്ഞ് വീഴുന്ന സമയത്ത് പോലും നിവിനെന്ന് പറയുന്ന മനുഷ്യപ്പറ്റില്ലാത്ത മൃഗമായ ഒരു മനുഷ്യൻ അവിടെ നിന്നിട്ട് അട്ടഹസിക്കുകയാണ്. ഇതഭിനയമാണ്, ഫിസിക്കൽ അസാൾട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് അഭിനയമാണെന്നും പറഞ്ഞിട്ട് ആ നിവിൻ പോകുന്ന ഒരു പോക്കുണ്ട്. ഇങ്ങനെ ഒരു തള്ളി പിടിച്ചുകൊണ്ട് അവനൊരു കുമ്പയുണ്ട്, ഇത്ര ആളൊരു കുമ്പയും അവിടെ ബിഗ് ബോസിൽ വന്ന് തിന്ന് ചീർത്ത് ഒരു കുമ്പയുമായിട്ട് അവനിതായി ഇങ്ങനെ നടക്കും. പിന്നെ അവനൊരു കളിയുണ്ട് എന്നും പറഞ്ഞിട്ട് ഒരു വിളിയും കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അറപ്പ് തോന്നുന്നു. നിവിനെ നിന്നെ കാണുമ്പോൾ അറയ്ക്കുന്നു. ആ അനുമോൾ പറയും, അനുമോൾ അടുത്ത് ചെന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നീ സിഗരറ്റ് വലിച്ചിട്ട് വന്നിങ്ങനെ ഊതുന്നു. പെമ്പിളാരുടെ ദേഹത്ത് പോയിട്ട് ഊതുന്നു. എടാ നാറുന്ന് നീ പോയി പല്ല് തേക്കുന്ന അനുമോൾ പറയുന്നു. ഇച്ചിരിയെങ്കിലും അവന് ഉളുപ്പുണ്ടെങ്കിൽ വീണ്ടും പോയി ഫൂന്ന് ഊതുവോ? നീ പോയി പല്ല് തേക്കടാന്ന് പറയുന്നു. ഇതിൽ പരം ഇവനെ എനിക്ക് പറയാൻ വാക്കുകളില്ല. കഴുതയോ, പൊട്ടനോ, മന്ദബുദ്ധിയാണോ, ഭ്രാന്തനാണോ, എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഒരു മനുഷ്യനെ പറ്റിയില്ലാത്ത അവൻ്റെ കാര്യങ്ങൾ മാത്രം നടക്കണം, ബാക്കിയുള്ളവരുടെ ഒന്നും. അവൻ കിച്ചണിൽ കയറിയപ്പം ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നില്ല, പക്ഷേ കിച്ചണിൽ ബാക്കിയുള്ളവർ നിന്നാൽ അവന് വന്ന് അവൻ്റെ ഫുഡ് കഴിക്കാം, ബാക്കിയുള്ളവരുടെ ഫുഡ് കഴിക്കാം. എനിക്കറിയില്ല, നിങ്ങളിതൊന്ന് കണ്ടു നോക്ക്. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. നിങ്ങളിതൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തും. ഇവരെ 3 പേരെ വെച്ച് ബാക്കി എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കും. കയ്യാങ്കളി വേണ്ട. ഷാനവാസ്, നിവിൻ, എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുന്നു. ആ മനുഷ്യൻ അവിടെ കുഴഞ്ഞു വീഴുമ്പോഴും ആ പ്രാന്തൻ പറയുന്നത് എന്താണ്? അഭിനയിക്കുകയാണെന്ന്, ഫിസിക്കൽ അസാൾട്ടാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഭിനയം. ഈ ഇങ്ങനെ നടന്നാൽ പറയുന്നത് നിങ്ങൾ കണ്ടല്ലോ. എന്തിനാണ് അടികൂടിയെന്ന് കണ്ടല്ലോ. എന്താണ് അവിടുത്തെ ഇഷ്യൂ എന്ന് കണ്ടല്ലോ. ഇനി നിങ്ങൾ തന്നെ കമൻറ്റിൽ പറ, ഇത് ശരിയാണോ തെറ്റാണോ? ഇവൻ അവിടെ നിർത്തണോ വേണ്ടയോ? സമ്മർ മീഡിയ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 100,000 പേരോളം കണ്ടിട്ടുണ്ട് ആ സമ്മറിൻ്റെ ആ പോളിൽ 91% പേരും ഇവനവിടെ നിന്ന് അടിച്ച് പുറത്താക്കാനാണ് പറഞ്ഞത്. ആൾക്കാർക്ക് സഹിയിട്ട് ഇവനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്.
ഇവനെ ഇത്രയും വളർത്തിയത് ബിഗ് ബോസ് തന്നെയാണ്. ബിഗ് ബോസും ലാലേട്ടനും തന്നെയാണ് ഇവനെ ഇത്രയും വളർത്തിയത്. ഇവൻ എന്തായാലും പുറത്താക്കണം. എൻ്റെ അഭിപ്രായം ഇനി ഇവനെ അവിടെ വെച്ചേക്കാൻ പാടില്ല, ഇവനെ പുറത്താക്കണം. നിങ്ങൾ ബാക്കിയൂടി കണ്ടു നോക്കും. ഷാനവാസ്, ആരെങ്കിലും ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവരൂ. ബാക്കിയുള്ള ആൾക്കാരുടെ ഡ്രാമ ഇവർക്ക് വന്നാൽ മാത്രം അത് സീരിയസ് ഇഷ്യൂ. ബാക്കിയുള്ളവർക്ക് വന്നാൽ ഡ്രാമയാണ്. ഡ്രാമയല്ലേ? അല്ല ഡ്രാമ ഇന്നലെ ചെയ്തതും ഡ്രാമ, ഇന്ന് ചെയ്തതും ഡ്രാമ. ഡ്രാമയാവട്ടെ, ഡ്രാമയാട്ടെ. ഹാർട്ടിന്റെ കാര്യമാണ് അത് പറയുന്ന സമയം കളയുവായോ? കണ്ടല്ലോ നിങ്ങൾ. അതായത് ആ ശ്വാസഗതി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, കിതയ്ക്കുന്നത് സൗണ്ട് നമുക്ക് ആ മൈക്കിലൂടെ വ്യക്തമായിട്ട് കേൾക്കാം. എന്നിട്ടും ഷാനവാസ് ഡ്രാമ കളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇവൻ ചെന്നിന്ന് കിച്ചണിൽ ജോലി ഇവനടുത്ത് അവന് വയറ്റിൽ കൊക്കോപ്പുഴു ഉണ്ടെന്ന് തോന്നുന്നു. ഇവന് എപ്പോഴും കഴിച്ചുകൊണ്ട് നടക്കണം. കഴിച്ച് വയറിത്രയായി, ഒരു കുമ്പയായി അവന്. തടി വെച്ച് ബിഗ് ബോസിൽ എല്ലാ സീസണിലും ഞാൻ കണ്ടിട്ടുള്ളത്, ബിഗ് ബോസിൽ പോകുന്ന പോലെ എല്ലാ ആൾക്കാരും ഇറങ്ങുന്നത്. പോകുമ്പോൾ 100 കിലോ ഉള്ളവർ തിരിച്ചിറങ്ങുമ്പോൾ 50 കിലോ ആയിട്ടാണ് ഇറങ്ങുന്നത്. വെയിറ്റ് കുറഞ്ഞാണ് ആൾക്കാർ ഇറങ്ങുന്നത്. ആദ്യമായിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഡബിൾ വെയിറ്റിൽ ഇറങ്ങുന്ന ഒരേ ഒരുത്തനേ ഉള്ളൂ, ഈ നിവിൻ എന്ന് പറയുന്ന കൂതറ നിവിൻ. അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം. കൂതറയെന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ഇനിയെങ്കിലും സീസണിൽ തിരഞ്ഞെടുക്കുന്നവരെ, നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കുക ബിഗ് ബോസ്. ഈ കൂതറകളെ എന്തിനാ കൊണ്ടുവരുന്നത്? നിങ്ങൾ ഒരുപാട് ഇൻ്റർവ്യൂസും അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെയുള്ളവരെ എന്തിനാ ബിഗ് ബോസ് തിരഞ്ഞെടുക്കുന്നത്? അങ്ങനെ തിരഞ്ഞെടുത്താൽ തന്നെ ഇതിനേക്ക് ആദ്യമേ അങ്ങ് പറഞ്ഞു വിട്. എന്തിനാ ഇതിനേക്ക് അവിടെ നിർത്തി വളർത്തുന്നേ? ഇങ്ങനെ ഇപ്പോൾ ഗുരുതര അവസ്ഥയിൽ കൺഫെഷൻ റൂമിൽ കൊണ്ടുപോയി ഡോക്ടർ നോക്കിയിട്ട് പുറത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ് ട്രീറ്റ്മെൻറ്റിന്. അപ്പോഴും ഈ നിവിനും അക്ബറും ആര്യനും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന എന്താണ്, രഹസ്യമായിട്ട് പറയുന്ന എന്താണ്, ഇനി ഷാനവാസ് തിരിച്ചു വരത്തില്ല, ഇനി നമുക്ക് അനീഷിനെ കൂടെ പുറത്താക്കണം. അപ്പോൾ ഇവരുടെ രാജ്യമായി. ഇപ്പോൾ അവിടെ 2 ചേരിയായി. അതായത് ഇവർ 6 പേരും ഒരു ഗ്യാങ്ങായി, അവർ 3 പേരും ഒരു ഗ്യാങ്ങായി. ഇത് എന്നിട്ട് ബിഗ് ബോസ് വിളിച്ചിട്ട് നിവിനെ വാൺ ചെയ്യുന്നുണ്ട്, ഇവിടെ ഇതൊന്നും നടക്കത്തില്ല, ഷാനവാസ് ഹോസ്പിറ്റലിലാണ്, ഷാനവാസ് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം, ഇനി ഇങ്ങനെ കാണിച്ചാൽ പിടിച്ച് പുറത്താക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഇങ്ങനെ കാണിച്ചാൽ പുറത്താക്കും നല്ല ബിഗ് ബോസേ ചെയ്യേണ്ടത്. പുറത്താക്കണം, എടുത്ത് ദൂരെ കളയണം. എന്തിനാ ഇങ്ങനെയുള്ളൊരു ബിഗ് ബോസിൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നവരൊന്നും ബിഗ് ബോസിൽ വെച്ച് പൊറപ്പിക്കാൻ പറ്റത്തില്ല. ഫിസിക്കൽ അസാൾട്ട് നടത്തുന്ന ആരായാലും. ആര്യനുണ്ടിത് എല്ലാം, അനുമോൾക്കാണ് എല്ലാം കിട്ടുന്നത്. അനുമോളുടെ ബെഡിൽ എന്തോരം വെള്ളമാണ് കോരി ഒഴിച്ചത്. ബിഗ് ബോസ് ഇതൊന്നും വാൺ ചെയ്യാത്തതുകൊണ്ടാണ്. ഒരു ദിവസം അനുമോള് ഫുഡ് ഉണ്ടാക്കിയത് കഴിക്കാതിരിക്കാൻ വേണ്ടി അവിടെ മേഘത്തോട്ട് കിടന്ന് എന്തൊക്കെയാണ് അവൻ കാട്ടിക്കൂട്ടുന്നതെന്ന് അവന് തന്നെ അറിയത്തില്ല. അപ്പോൾ ഓക്കെ ബൈ. ഇനി ഞാൻ പറഞ്ഞിരുന്ന എനിക്ക് കലിപ്പ് തീരുന്നില്ല, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഫേസിൽ വന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത് ഷാനവാസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേഷനുമായിട്ട് ഞാൻ വരുന്നതാണ്. തീർച്ചയായിട്ടും അപ്ഡേഷനുമായിട്ട് വരുന്നതാണ്. ഇന്നും രാവിലെ അവിടെ കിച്ചണിൽ തല്ലാണ്. ബാക്കി എന്തായെന്ന് എനിക്ക് അറിയത്തില്ല, കണ്ടു നോക്കട്ടെ. അതിൻ്റെ അപ്ഡേഷനുമായിട്ട് ഞാൻ വരുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എൻ്റെ പ്രിയപ്പെട്ട ചെങ്കളെ, ടാറ്റാ.